ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ ഇതാന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അത് രാവിലെ തന്നെ മദ്രസക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ഫാനും മോനൊക്കെ. മോൻ ഇതായി കുളിച്ച് യൂണിഫോമൊക്കെ മാറ്റി ഇതാ ചായ കുടിക്കുകയാണ്. ഫാനും ഇങ്ങോട്ട് റെഡി ആയിട്ട് എത്തിയിട്ടില്ല കേട്ടാ. പിന്നെ അത് ഓരിഞ്ഞ് ചായയൊക്കെ കുടിച്ച് മദ്രസക്കാണ്ട് പോകും. പിന്നെ അത് ഞാൻ വേഗം അടുക്കളയ്ക്ക് വന്നിക്കണം. അപ്പോൾ ഇന്ന് വെണ്ടൊക്കെ പൊരിച്ചതാണ് കേട്ടോ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തയക്കുന്നത്. അപ്പോൾ അത് വേഗം റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം ഇന്ന് നമുക്ക് മീൻ മത്തിയും ബത്തളും എൻ്റെ കിട്ടിയിട്ടത്. അപ്പോൾ അതൊരു ഭാഗത്തുനിന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടക്ക ഒക്കെ റെഡിയാക്കിയതിന് ശേഷം എന്താ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെണ്ടക്ക പൊരിച്ചത് സ്കൂൾക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ മീനൊന്ന് മത്തി മുളകിടാമെന്ന് വിചാരിച്ചു, ബത്തൾ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ അതിൻ്റെ ഇടയിൽ കവർന്നൊരു മിഠായി ഇട്ടിയതാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിൻ്റെ ഇടയിൽ റാഞ്ചി കൊണ്ടുപോയി. അപ്പോൾ അത് മത്തി എങ്ങനെ മുളകിടാന്ന് നോക്കട്ടെ. ഞാൻ ഈ ഒരു ടൈപ്പിലാണ് മുളകിടൽ. അപ്പോൾ അതാ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ 2 മണി ഉലുവട്ട് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം വലിയുള്ളിയും പച്ചമുളകും തക്കാളിയും മൊത്തത്തിലിട്ട് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഓരോന്നിട്ട് വഴറ്റി കൊടുത്തിട്ട് ഉണ്ടാക്കട്ടെ. ഇപ്പുറത്ത് വെണ്ടക്ക റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഓടിപ്പോയി ഞാൻ കറിവേപ്പിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചുകൊണ്ട് നിൽക്കണേ. അപ്പം ഇത് ക്ലീനിങ്ങും കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കള പണിയൊക്കെ തീർക്കണം എന്നുള്ള ഇതിലാണ് കേട്ടോ ഞാൻ വേഗം ഒന്ന് അടുപ്പത്ത് ഒന്ന് മറ്റത് അങ്ങനെ വെച്ച് എടുക്കുന്നത്. അപ്പോൾ ചോറ് രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിനി. ചായയും കടി ഉണ്ടാക്കുന്ന സമയത്തിന് ചോറ് ഞാൻ വേഗം ഉണ്ടാക്കി വെക്കൂട്ടാ. അപ്പോൾ ഇതൊക്കെ വാടി വന്നതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണം. മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം പണികളൊക്കെ പെട്ടെന്ന് കുക്കിംഗ് പരിപാടിയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ആശ്വാസത്തിൽ നമുക്ക് ഈ ക്ലീനിങ്ങും ഒക്കെ എടുക്കാമെന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ ഞാൻ. ഇതിൻ്റെ ഇടയിൽ കുറച്ച് തിരുമ്പാനുണ്ട്. ഡ്രസ്സുകൾ കുട്ടികളെ യൂണിഫോമൊക്കെ ഞാൻ കല്ലുമ്മലിട്ടാണ് തിരുമ്പൽ. അപ്പോൾ അതൊക്കെ അതിനും പോകണം. ഇത് കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ ഒരു കഷ്ണം കുടമ്പുളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മത്തി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് സിമ്മിലിട്ട് ഞാനൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കൂട്ടാ. അതിന് ശേഷം വെണ്ടക്ക ഏകദേശം ഇവിടെ പൊരിച്ച് കഴിഞ്ഞിരിക്കണേ. പിന്നെ ബത്തളും ഞാൻ പൊരിച്ച് എടുക്കുന്നുണ്ട്. മസാല ഒക്കെ തേച്ച് വെച്ചിന് അതിൻ്റെ ഇടയിൽ കൂടിയ. അപ്പോൾ അത് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 വഴുതനയും കൂടി ഉണ്ടായിട്ട് അപ്പോൾ അതും കൂടി ഞാൻ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിനിപ്പോൾ എടുത്തില്ലെങ്കിൽ അവിടെ കിടന്ന് അങ്ങനെ വാടി പോകും. ഫൈസലാക്കാണെങ്കിൽ ഇവിടെ ഉപ്പേരി നിർബന്ധമാണ്. വേറെ ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, മീനൊന്നും നിർബന്ധമില്ല. പച്ചക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫൈസലാക്കാക്ക്. അപ്പോൾ വഴുതനങ്ങ അവിടെ കിടന്ന് റെഡി ആവട്ടെ. അപ്പോൾ മീൻ ഏകദേശമൊക്കെ പൊരിച്ചെടുത്തിക്കണം ഞാൻ. പിന്നെ വഴുതനങ്ങ വറവിടാനുള്ളത് റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ കടുകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഏകദേശം റെഡിയായി വന്നപ്പോൾ തന്നെ ഫാനും മോനൊക്കെ മദ്രസ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ ഓർക്ക് ചോറ് കൊടുക്കണം. ഒരു മുട്ടിയും പൊരിച്ചിനി പിന്നെ വെണ്ടൊക്കെ പൊരിച്ചതൊക്കെ കൂട്ടി ഞാൻ ഓർക്ക് ചോറ് വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓർക്ക് വാരി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ് ഓർക്ക് വാരി കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ഓർക്ക് ഞാൻ ചോറെടുത്ത് ഓര് സ്കൂൾക്ക് പോയതിന് ശേഷം എനിക്ക് തിരുമ്പാനും ഇതിനൊക്കെ നിൽക്കണമെങ്കിൽ അപ്പോൾ വാരി കൊടുത്ത മേത്തൊന്നും ആക്കുകയും ചെയ്യൂല. അപ്പോൾ ഒരു ചോറൊക്കെ കൊടുത്ത് ഒക്കെ ബാഗിലൊക്കെ ആക്കി ഓര് പോയിട്ടാ. അപ്പോൾ ഇന്ന് പൊന്നു സ്കൂൾക്ക് പോയിട്ടില്ല, ഇനി ഓക്കൊന്ന് ലീവേനി. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരുന്ന ആൾ പൊന്നുമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഫൈസലാക്കാക്ക് ഇവിടെ വേറെ എന്തൊക്കെയോ പരിപാടി കണ്ടിട്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വാഷ് ബേസിൽ നിന്ന് വെള്ളം ശരിക്കും അങ്ങോട്ട് പോകില്ല കേട്ടോ. അപ്പോൾ എന്തോ കച്ചറ അടഞ്ഞിക്കണം എന്നുള്ള ഇതിൽ മുടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടുങ്ങിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഫൈസലാക്ക് നോക്കണം കേട്ടോ. അപ്പോൾ ഫൈസലാക്ക് അതൊക്കെ റെഡിയാക്കി എടുത്ത് പിന്നെ ഞാൻ എനിക്ക് തിരുമ്പാളൊക്കെ തിരുമ്പി അപ്പോൾ നനഞ്ഞിതായി. അപ്പോൾ ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് കാരണം ഇതൊക്കെ ക്ലീനിങ് കഴിയുമ്പോൾ തന്നെ ഞാൻ മരവിച്ചൊരവസ്ഥയിലാകും. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി പിന്നെ മാറാല് തട്ടാൻ നിന്നിട്ടാ. മാറാലക്കോലാണെങ്കിൽ ആടി കളിച്ചുകൊണ്ടാണ് ഇപ്പം പൊട്ടും എന്നുള്ള രീതിയിലാണ് ഞാൻ ഏകദേശം മൊത്തത്തിലൊന്ന് തട്ടിയെടുത്തുക്കണേ. അപ്പോൾ 15 ദിവസം കൂടുമ്പോൾ ഈ മാറാല എവിടുന്നാന്നറിയില്ല ഇതിങ്ങനെ വരുന്നത്. അപ്പം ഞാനിത് ഈ ആണുങ്ങൾ തട്ടിയാൽ മാറാല വരില്ല എന്നൊക്കെ പറഞ്ഞേക്കാം. ഞാനിങ്ങോട്ട് ഫൈസലാക്കാനെ കൊണ്ടൊക്കെ തട്ടിച്ചൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ പിന്നെയും കാണാൻ മാറാല വരുന്നത്. അപ്പോൾ മൊത്തത്തിലൊന്ന് ഞാൻ മാറാലൊക്കെ തട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഈ മാറാലിങ്ങനെ ഫാനുമ്പിൽ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ ഒരു വൃത്തികേടല്ലേ കാണുമ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇന്നിപ്പോൾ സിറ്റ് ഔട്ടും നന്നാക്കുന്നുണ്ട്, ലിവിങ് ഏരിയ നന്നാക്കുന്നുണ്ട്, ഒരു ബെഡ്റൂമും നന്നാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും മൊത്തത്തിൽ കഴിയൂല നന്നാക്കാൻ. അപ്പം കുറേശ്ശെ ഭാഗങ്ങൾ ഇങ്ങനെ നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ പരിപാടിക്കൊക്കെ നിന്നിട്ട് എന്തായാലും വലിയരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഈ പരിപാടിക്കൊന്നും ഞാൻ നിന്നിട്ടില്ല. പിന്നെ നമുക്ക് കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി. അപ്പോൾ ജനവാതിലൊക്കെ ഞാനിത് തുടച്ചെടുക്കണം. അപ്പോൾ ഈ ഇങ്ങനത്തെ കമ്പി ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സുഖമാണ് തുടച്ചെടുക്കാൻ.
അപ്പോൾ ഞാൻ ഈ സർഫും പൊടി ഇട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ആദ്യം തുടച്ചിട്ട് പിന്നെ നല്ല വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് പിന്നെയും തുടച്ചെടുക്കുന്നുണ്ട്, 2-3 പ്രാവശ്യം തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് സ്പീഡിൽ കാണിക്കുന്നത് വീഡിയോ നല്ല ലെങ്ത്തായി പോകുമ്പോൾ കാണുന്നവർക്കൊരു ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ കുറേ സമയം എടുത്ത് ചെയ്തത് ഇനിയിട്ടാണ്. അപ്പോൾ സിറ്റ് ഔട്ടിലാണെങ്കിൽ ജനവാതിലുമ്പിലൊക്കെ നല്ല പൊടി ഉണ്ടാവും. നമ്മളെ വീട് പറഞ്ഞാൽ റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഈ സിറ്റ് ഔട്ടിൽ എപ്പോഴും പൊടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചെടുക്കാൻ ഞാനാണെങ്കിൽ ആകെ വൃത്തികേടാണ്. എനിക്കാണെങ്കിൽ ഈ ക്ലീനിങ് ഒരു മടി പിടിച്ച പണിയാണ്. ഞാൻ ഈ മടിയൊക്കെ പിടിച്ചു നിൽക്കുമ്പോൾ ഞാൻ വേഗം യൂട്യൂബിൽ പോയിങ്ങാണ്ട് ക്ലീനിങ് വീഡിയോസൊക്കെ കാണും. അത് കാണുമ്പോൾ എനിക്കാണെങ്കിൽ നല്ല എനർജിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സമയമൊന്നും നോക്കില്ല, ചിലപ്പോൾ രാത്രിയാണ്, അങ്ങനെയൊന്നും ഞാൻ നോക്കില്ല. അപ്പം ഞാൻ ഫ്രിഡ്ജായാലും സ്റ്റോർ റൂമായാലൊക്കെ ഞാൻ പോയി നന്നാക്കൂട്ടാ. അപ്പോൾ അങ്ങനൊരു ഇതുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ സിറ്റ് ഔട്ടിലെ വാതിലും കൂടി നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വാതിലുമ്പോലൊക്കെ നല്ല പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ തേച്ച് കേൾക്കുമ്പോൾ ഫൈസലൊക്കെ എന്നോട് പറയിച്ച് തേച്ച് കീറ്റാണ് അതിൻ്റെ പോളിഷൊക്കെ പോണത് എന്ന് പറയും. അപ്പോൾ ഞാനിപ്പോൾ തേച്ചെങ്കിലില്ല, അപ്പോൾ തുടച്ചെടുക്കലാണ്. അപ്പോൾ അതൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ സിറ്റ് ഔട്ട് മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തിട്ടാണ്. പിന്നെ ഇതാ നമ്മൾ സിറ്റ് ഔട്ടിൽ ഇടണ ബെഞ്ചാണ്. ഇതിപ്പോൾ ലിവിങ് ഏരിയയിൽ ഇനിയുള്ളത്. ഇനിയിപ്പോൾ ഇത് തുടച്ചങ്ങാണ്ട് സിറ്റ് ഔട്ടിൽ തന്നെ ഇടണം. അപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ചീത്തരടിച്ചിട്ട് ഞാനിത് ലിവിങ് ഏരിയയിൽ കൊണ്ടുവന്നിടും. പിന്നെ അത് ഡൈനിങ് ഹാളിലും അടുക്കളയിലൊക്കെ എത്തും. ഇത് ഒരു നടക്കണ ഒരു സോഫയാണ്. എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ മാറ്റിയിടണം കേട്ടോ സാധനങ്ങൾ. ഈ മക്കൾ പറയും ചെയ്യും ഈ ഇമ്മാക്ക് തന്നെ ഒരു പണിയാണെന്ന്. ഇത് മെല്ലെ ഉന്തി ഞാനിത് സിറ്റ് ഔട്ടിലേക്ക് എത്തിച്ചിരിക്കണം. ഇത് ടൈൽസ് പൊട്ടുമോ എന്നുള്ള ബേജാറൊക്കെ ഉണ്ടേനി. എന്തായാലും കുഴപ്പമില്ലാതെ സിറ്റ് ഔട്ടിലേക്ക് എത്തിച്ചിരിക്കണം. അപ്പോൾ ഇത് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ലിവിങ് ഏരിയയ്ക്ക് വന്നിരിക്കണം. അപ്പോൾ ഇത് അവിടുത്തെ ജനവാതിലുകളൊക്കെ ഞാനിങ്ങനെ തുടച്ചെടുക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ സോഫ ഒന്ന് ആ സൈഡിലേക്ക് ഇടണം. അപ്പോൾ ഇതുവരെ ഈ സൈഡിലേനി സോഫ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ആദ്യമൊക്കെ ആ സൈഡിലേനി, പിന്നെ ഈ സൈഡിലേക്ക് മാറ്റി ഇനി വീണ്ടും ആ സൈഡിലേക്ക് തന്നെ ഇടാനുള്ള പരിപാടിയാണ്. അപ്പം അവിടെയൊക്കെ നല്ലതുപോലെ ഒന്ന് അടിച്ചേരിൻ്റെ ശേഷം ജനവാതിലൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. ഉള്ളിൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സിറ്റ് ഔട്ടിലുള്ള ജനവാതിലിൻ്റെ അത്ര പൊടി എന്തായാലും ഉള്ളിലൊന്നുമില്ല. അപ്പോൾ എന്തായാലും അവിടെയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്തിട്ട് സോഫ ഞാൻ നീക്കിയിടാൻ തീരുമാനിച്ച്. പിന്നെ ഞാൻ ഫാനൊന്നും തുടക്കണില്ല കേട്ടോ. അതെന്തായാലും എന്നെക്കൊണ്ട് കഴിയൂല. ലാഡർ കൊണ്ടുവന്നാലും എനിക്ക് ഫാനൊന്നും തുടക്കാൻ എത്തൂല കേട്ടോ. അതൊക്കെ എനിക്ക് ഫൈസലാക്കിയാണ് ചെയ്ത് തരല്. അപ്പോൾ സോഫ ഇടുന്ന ഭാഗമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം സോഫ ഞാൻ ഉന്തി കൊണ്ടേ ഇടുകയാണ് കേട്ടത്. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം ഇനി ഇപ്പുറത്തേക്ക് നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ഉന്തി കൊണ്ടിടുകയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനിങ്ങനെ ചെയ്യലുണ്ട്. റൂമിലായാലും അലമാരായാലും കട്ടിലായാലും ഒക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ ഉന്തി കൊണ്ടേ ഇടും കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ഒന്ന് ഇട്ടതിന് ശേഷം സോഫൻ്റെ കവറൊക്കെ നല്ലതുപോലെ തട്ടി കുറച്ച് വിരിച്ച് ഞാൻ ഇട്ടിക്കണം. പിന്നെ അത് 2 ദിവസം മുന്നേ തിരുമ്പിയതായതുകൊണ്ട് ഞാൻ തിരുമ്പാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ എന്താ ഇവിടെ ഉള്ളൊരു ഫ്ലവർ ഉണ്ടെങ്കിൽ അത് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണം. അത് ഭയങ്കര പണിയാണ് കേട്ടോ. അത് ഈ ചെറിയ ഇല ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിന്. പിന്നെ തോന്നി വെള്ളത്തിലിട്ട് മുക്കി കൊണ്ടുവന്നാലോ എന്ന്. പിന്നെ ഞാൻ എന്തായാലും തുടച്ചെടുത്ത് ഇങ്ങനത്തെ ഒക്കെ കൊണ്ടുവരുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനും വെക്കാനൊക്കെ. അതിൻ്റെ ഇടയിൽ ഇതാ ലോങ് ജമ്പ് ഹൈ ജമ്പൊക്കെ ചാടിയാണ്. എനിക്ക് അവിടേക്ക് എത്തുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചാടി തുടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ശേഷം ഞാൻ അതവിടെ വെച്ച് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനത്തെ ഫ്ലവറൊക്കെ വെക്കാൻ നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ അവിടുത്തെ ഏകദേശം റെഡി ആയതിൻ്റെ ശേഷം ഞാനിതാ ബെഡ്റൂമൊക്കെ വന്നിരിക്കണം. ഇവിടെ ഞാനും ഫൈസലാക്കിയും കിടക്കുന്ന റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ജനവാതിലൊക്കെ തുടച്ചിരിക്കുകയാണ്. അപ്പോൾ അതാ ജനവാതിലുമ്പോൾ കാണുന്ന കയറ് ഞാൻ അയൽ കെട്ടുന്ന കേട്ടോ. ഇത് നല്ല മഴയുള്ള സമയത്തൊക്കെ പുതിയ ഡ്രസ്സൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, മെഷീനിലിട്ട് ഉണക്കിക്കാണ്ട് പിന്നെ ഇവിടെ അയലിട്ട് ഫാനിട്ട് ഉണക്കിയെടുത്ത് കിട്ടാം. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഞാൻ കഴിച്ച് എടുത്ത് വെച്ചിക്കണേ. പിന്നെ എന്താ അവിടുത്തെ അലമാരി ഒന്ന് തുടക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റഡി ടേബിളും കൂടി തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അലമാരമ്മലൊന്നും അങ്ങനെ അങ്ങോട്ട് പൊടിയും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റഡി ടേബിളുമ്മൽ നല്ല പൊടി ഉണ്ടാവും കേട്ടോ. പൊടി മാത്രമല്ല പൊടിയും പൗഡറും ഒക്കെ അയിമലുണ്ടാവും. എല്ലാ സാധനങ്ങളും അയിമല കൊണ്ടുപോയിക്കാണ്ട് ഡെപ്പോസിറ്റ് ചെയ്യൽ പൗഡറും ഐലൈനറും ഒക്കെ കുട്ടികൾ ഇട്ടുങ്ങാണ്ട് ഒക്കെ അവിടെ കൊണ്ടുപോയാണ്ട് വെക്കും. പൊന്നാണ് കേട്ടോ. പിന്നെ ഒക്കെ റെഡിയാക്കി വെക്കൽ. അപ്പം ഞാൻ അവിടെയും കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉൾഭാഗമൊന്നും ഞാൻ തുടച്ചെടുക്കണം കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ സ്റ്റഡി ടേബിളിൻ്റെ പുറം ഭാഗം തുടച്ചെടുത്തതിൻ്റെ ശേഷം ഞാൻ ഇതവിടെ ഒരു അലമാരൻ്റെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ അവിടെയും കൂടി ഞാൻ തുടച്ചെടുത്തിട്ട് പിന്നെ ഞാൻ നേരെ ബാത്റൂമൊക്കെ കണ്ടിട്ട് പോയത്. അപ്പോൾ ബാത്റൂമിൻ്റെ ഈ ഡോറാണെങ്കിൽ ചളിയൊന്നുമില്ല, പക്ഷേ ഈ വെള്ള പുള്ളിക്കുത്ത് പോലെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെക്കുമ്പോൾ നല്ല രസമാണ്. ഒരാഴ്ച കയ്യോളം നല്ല രസമുണ്ടാവും. പിന്നെ ഇത് അതുപോലെ നന്നാക്കി കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഒരു വൃത്തികേടാണ് കാണാൻ. ഈ വെള്ള പുള്ളി ഇങ്ങനെ നിന്നിട്ട് ഒരുമാതിരി ഒരു വൃത്തികേടാണ്. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് സോപ്പിട്ട് ഉരച്ച് നല്ലതുപോലെ ഒന്ന് വെള്ളം കൊഴിച്ച് കഴുകിയതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി വെച്ചുകൊണ്ട്
തുടച്ചെടുക്കൂട്ടാ. എന്നാൽ അത് പിന്നെ ആ വെള്ളപ്പുള്ളി ഉണ്ടാവില്ല, തുടച്ചെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആ വെള്ളം അവിടെ കിടന്ന് ഉണങ്ങിങ്ങാണ്ട് ആ പുള്ളി അവിടെ കിടന്ന് ഉണങ്ങിങ്ങാണ്ട് ഒരു വൃത്തികേടാണ് കാണാൻ. അപ്പോൾ അത് നല്ലതുപോലൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ തുടച്ചെടുത്ത് വന്നപ്പോൾ അതിന് പൊന്നു കടയിൽ പോയിട്ടോ. അപ്പോൾ ഓൾ എനിക്കൊരു പാലീസൊക്കെ കൊണ്ടുപോയി തന്ന് അതൊക്കെ ഞാനും ഓളൊക്കെ ഇരുന്ന് തന്നതിൻ്റെ ശേഷം ഞാൻ പിന്നെ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു സമാധാനം എന്നുള്ളത് വേറെയുള്ള പണികളൊക്കെ കഴിഞ്ഞിക്കണല്ലോ, ഇനി കുളിച്ചാൽ മതിയല്ലോ എന്നുള്ള സമാധാനമാണ്. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഞാൻ ഇവിടുത്തെ ചെടി കൊണ്ടുപോയിങ്ങാണ്ട് അപ്പുറത്ത് വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചെടിയൊന്ന് മാറ്റി വെക്കാഞ്ഞാലൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഈ ചെടി കൊണ്ടുപോയിങ്ങാണ്ട് ഞാൻ അവിടേക്ക് വെച്ചതിന് ശേഷം ഇവിടെ ഞാൻ വേറൊരു ചെടിയായിട്ട് വെച്ചത്. അപ്പം ഇനിയിപ്പോൾ കുളി കഴിഞ്ഞ് ഇനിയിപ്പോൾ ചോറ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒരു സമാധാനം ഒരു സന്തോഷമൊക്കെ അല്ലേ, നമ്മളെ വീടൊക്കെ ക്ലീനായി ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയല്ലേ, എനിക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ, എൻ്റെ സന്തോഷം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ റൂമിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ടിനി. പിന്നെ ഒക്കെ എന്താ വൃത്തി, ഇനിയും ഒരു ബെഡ്റൂമും അടുക്കളയും ഡൈനിങ് ഹാളൊക്കെ ഉണ്ട്. അതെന്തായാലും ഇന്ന് ചെയ്യൂല, അത് ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളേക്കുള്ള തിരുമ്പാളൊക്കെ അപ്പോഴത്തേനും നമ്മൾ ബാസ്ക്കറ്റിൽ സെറ്റ് ആയിക്കണം. അപ്പോൾ ഇപ്പുറത്ത് വന്നപ്പോൾ നമ്മളെ തിരുമ്പി ഉണക്കി കൊണ്ടുവന്നതൊക്കെ മടക്കി വെക്കാണ്ട്. ഇതെന്തായാലും ഞാൻ പൊന്നൂനും മിന്നൂനും കൊടുക്കട്ടെ, അല്ലെങ്കിൽ മോശമല്ലേ, ഓർക്കും വേണ്ട എന്തെങ്കിലും ഒരു പണി. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.